കോൺഗ്രസ്സുകാരെന്ത് ചെയ്യും? അവർ 5 വർഷം ഭരിക്കും, അവർ കക്കും. ഇവിടെ ഞങ്ങൾ കടലിൽ മീൻ പിടിക്കുമ്പോൾ ഞങ്ങളെ കൂടെ വന്ന് മീൻ പിടിച്ചു. അപ്പോൾ കണ്ട ആളെയാണ്, അതിനുശേഷം കണ്ടിട്ടില്ല. ഇവിടെ 10 പൈസ പോലുള്ള എണ്ണ പോലും ഈ കേരള സർക്കാർ തന്നില്ല. പിന്നെ ഇവരെ വിശ്വസിച്ചാണ് നമ്മൾ വോട്ടിടേണ്ടത്. പന്ന്യൻ രവീന്ദ്രൻ അയാളായിക്കോട്ടെ, ആർക്കാണ് ശശി തരൂരിന് ഇട്ടുകൊടുക്കാൻ പാടില്ല. പുള്ളി ഒന്നും ചെയ്യുന്നില്ല നമുക്ക് വേണ്ടി. പുള്ളീനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇവിടെ ഒന്നുമില്ല. ആകെ ഇതാ എൻ്റെ ഫ്രണ്ട്സ് പറഞ്ഞ പോലെ ഒരു ലൈറ്റ് മാത്രം വെച്ചിട്ടുള്ളൂ. ശശി തരൂർ എംപിയുടെ പ്രാദേശിക വികസനമുണ്ട്. അത് അവിടെ കിടക്കുകയാണ് 2 കോടി രൂപ. പക്ഷേ ഇത്രയും കാലം കമ്മ്യൂണിസ്റ്റ് 10 വർഷം 15 വർഷം ഭരിക്കുമ്പോൾ അവരുടെ രീതിക്ക് എല്ലാം കക്കുന്നുണ്ട്. 2024 ലോക്സഭാ തിരഞ്ഞെടുപ്പ് അടുത്തെത്തിയിരിക്കുകയാണ്. ഈ ഒരു സാഹചര്യത്തിൽ യുവാക്കൾ ഈ ഒരു തിരഞ്ഞെടുപ്പിനോട് എങ്ങനെ പ്രതികരിക്കുന്നു? തീരദേശ മേഖലയിലെ യുവാക്കൾ ഈ തിരഞ്ഞെടുപ്പിൽ ആരോടൊപ്പമാണ്? നമുക്ക് അവരോട് തന്നെ ചോദിക്കാം. അങ്ങനെ പ്രത്യേകിച്ചൊന്നുമില്ല. നാടിന് തീരദേശ മേഖലയിൽ ആര് നല്ലത് ചെയ്യുന്നുണ്ടോ അവർക്ക് വോട്ട് ചെയ്യുക. അത് നമ്മുടെ BJP സ്ഥാനാർത്ഥിയാലും ശരി, കോൺഗ്രസിനിട്ടൊരു കാര്യം ഒരു കഴിഞ്ഞ 15 വർഷ കാലയളവ് കൊണ്ട് അയാൾ തീരദേശ മേഖലയിൽ നിന്ന് ജയിച്ച ആളാണ്. ഓഗി സമയം അയാൾ വന്നു, കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് ആ സമയം ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. ഇവിടെ ഞങ്ങൾ കടലിൽ മീൻ പിടിക്കുമ്പോൾ ഞങ്ങളെ കൂടെ വന്ന് മീൻ പിടിച്ചു. അപ്പോൾ കണ്ട ആളെയാണ്, അതിനുശേഷം കണ്ടിട്ടില്ല. ആൾ ഇവിടെ തീരദേശ മേഖല എന്ത് ചെയ്യുന്നത് ഞങ്ങൾക്കറിയത്തില്ല. ആൾ ഒരു ഹൈമാസ്റ്റ് ലൈറ്റ് അവിടെ വെച്ചിട്ടുണ്ട്. ശശി തരൂർ എംപിയുടെ പ്രാദേശിക വികസനമുണ്ട്. അത് അവിടെ കിടക്കുകയാണ് 2 കോടി രൂപ. പുള്ളീനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇവിടെ ഒന്നുമില്ല. ആകെ ഇതാ എൻ്റെ ഫ്രണ്ട്സ് പറഞ്ഞ പോലെ ഒരു ലൈറ്റ് മാത്രം വെച്ചിട്ടുള്ളൂ. പിന്നെ വേറെ ആരും ഒന്നും ചെയ്തിട്ടില്ല. പുള്ളി ജയിച്ച സമയത്ത് ഇവിടെ പുതിയ ഏതോ ഒരു റെസ്റ്റോറൻറ്റിൽ ഒരു പാർട്ടി ചെയ്തിട്ടുണ്ടായിരുന്നു. പാർട്ടി മീൻസ് അവിടുത്തെ ഒരാൾക്കാർക്കുമായിട്ട് ഒരു ചെറിയൊരു ഒരു സദ്യ വെറുതെ എന്തോ കഴിച്ചിട്ടൊക്കെ പുള്ളി അവിടെ വന്നാണ് പുള്ളി ജയിച്ചതിൻ്റെ ഒരു ഇത് ചെയ്തിട്ട് പോയത്. ഇവിടെ വന്നിട്ടൊന്നും ചെയ്തില്ല. അത് 100% പ്രഖ്യാപിച്ചിട്ടുണ്ടല്ലോ. നമ്മൾ ഇതിന് മുമ്പുള്ള ഇതിൽ വാഗ്ദാനം നമ്മൾ ചെയ്തു, നമുക്ക് വിശ്വാസം ഉള്ളതുകൊണ്ട്. ഇപ്പോൾ ഒന്നുകൂടി നമ്മൾ ചിന്തിക്കുന്നതെന്ന് വെച്ചാൽ 10 കൊല്ലം ശശി തരൂർ ഇവിടെ ഭരിച്ചിട്ടുണ്ട്. ഇപ്പോൾ നമ്മളെ കൊച്ചുമോനാണ്, അനിയനാണ്. 10 വർഷം കൊണ്ട് ഇവിടെ സത്യാവസ്ഥയിൽ തിരിഞ്ഞ് നോക്കിയിട്ടുമില്ല. ഒരു പ്രാവശ്യം എന്തോ വന്ന് അതുപോലെ വന്ന് അനിയൻ പറഞ്ഞ പോലെ മീൻ പിടിച്ചു, ആളുടെ വീട്ടിൽ കൊണ്ടുപോയി. അത്രേ ഉള്ളൂ. ഇവിടെ ഒരു വികസനം നിങ്ങൾ കാണാൻ പറ്റും, എന്തിനാണ് വികസനം ചെയ്തിട്ടുള്ളത്. ഇവിടെ 15 വർഷക്കാലം നമ്മൾ കമ്മ്യൂണിസ്റ്റായിരുന്നു. കമ്മ്യൂണിസ്റ്റിന് തന്നെ വോട്ട് കിട്ടിയിരുന്നത്. പക്ഷേ ഇത്രയും കാലം കമ്മ്യൂണിസ്റ്റ് 10 വർഷം 15 വർഷം ഭരിക്കുമ്പോൾ അവരുടെ രീതിക്ക് എല്ലാം കക്കുന്നുണ്ട്. അപ്പോൾ അടുത്ത് എന്ത് ചെയ്യും? ജനങ്ങൾ വീണ്ടും കോൺഗ്രസ്സിലോട്ട് ഇട്ട് കൊടുക്കും. കോൺഗ്രസ്സുകാരെന്ത് ചെയ്യും? അവർ 5 വർഷം ഭരിക്കും, അവർ കക്കും. ഇതാണ് കേരളത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ തീരദേശം ഫുള്ളായിട്ട് നശിച്ചു പോയി. ഇതിനെ തിരിഞ്ഞു നോക്കാനായിട്ട് ആരുമില്ല. ഇപ്പോൾ പുതിയൊരു സ്ഥാനാർത്ഥിയെ നമ്മൾ കണ്ടെടുക്കണമെന്ന് നമുക്കൊരാഗ്രഹമുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ അങ്ങനെ നമ്മുടെ ഒരു പ്രതീക്ഷയിൽ BJP സ്ഥാനാർത്ഥി ചന്ദ്രശേഖർ ഇവിടെ വന്ന് നല്ല വാഗ്ദാനങ്ങൾ തന്നിട്ടുണ്ട്. പുളിമൂട്ട് നിർമ്മിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് നമ്മൾ 100% വിശ്വസിക്കുന്നു. തീരദേശ മേഖലയിൽ നല്ലത് ആര് ചെയ്യുമോ അത് കമ്മ്യൂണിസ്റ്റ് അല്ലെങ്കിൽ BJP അത് നമ്മുടെ എന്താ നമ്മുടെ വിലപ്പെട്ട ഇതാണ് ഒരു വോട്ടെന്ന് പറയുന്നത്. നമ്മൾ വാക്കിലായിട്ട് കൊടുക്കാൻ പാടില്ല. നമ്മുടെ നാട് നല്ല ചെയ്യുന്ന ആരാണോ അവർക്ക് ഇട്ട് കൊടുക്കുക. ആ തീരദേശ മക്കളെല്ലാവരും ആലോചിക്കേണ്ട ഒരു ഇതാണ്. ഞാൻ കമ്മ്യൂണിസ്റ്റാണ്, ഞാൻ കോൺഗ്രസ് എന്നതല്ല. BJP അല്ലെങ്കിൽ ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥി ഉണ്ടാകും നമ്മുടെ ട്രിവാൻഡ്രമണ്ഡലത്തിലുണ്ട്. ആര് നല്ലത് ചെയ്യുന്നു അവർക്ക് ഇട്ട് കൊടുക്കുക. അത്ര നമുക്ക് പറയാനുള്ളൂ. പിന്നെ അവിടെ പുളിമുണ്ടിട്ടിരിക്കണമെന്ന് പറയുമ്പോൾ തമിഴ്നാട്ടിൽ അവർ ചെയ്തത് BJP-കാരാണ് അവിടെ ചെയ്തത്. അതുപോലെ ഞങ്ങൾക്കും ഇവിടെ BJP സ്ഥാനാർത്ഥി ഇവിടെ നിൽക്കുന്ന ആൾക്ക് നമ്മൾ വോട്ട് ചെയ്യും. വോട്ട് ചെയ്താൽ അയാൾ ഞങ്ങൾക്ക് ഇതുപോലെ ചെയ്ത് കിട്ടിയിരുന്നു. രാജേഷ് ചന്ദ്രശേഖർ ഞങ്ങൾക്ക് നമ്മുടെ സ്ഥാനാർത്ഥി ഇവിടെ നിൽക്കുന്നുണ്ട്. പുള്ളി ഞങ്ങൾക്ക് വേണ്ടി ഇതുപോലെ ചെയ്തു തരാണെങ്കിൽ പുള്ളിക്ക് നമ്മുടെ സപ്പോർട്ട് കട്ടയ്ക്ക് ഉണ്ടാവും. നമ്മളിപ്പോൾ കേരളത്തിൽ ഞാൻ ആഗ്രഹിക്കുന്നത് എൻ്റെ തീരദേശം നശിച്ച് ഇപ്പോൾ 4-5 വർഷം കൊണ്ട് ഒരു രൂപയുടെ സമ്പാദ്യം പോലും ഇവിടുത്തെ മത്സ്യത്തൊഴിലാളികൾക്ക് സമ്പാദിക്കാൻ കിട്ടുന്നില്ല. ഇപ്പോൾ നമ്മൾ സമ്പാദിക്കാൻ പോകുന്നത് നമ്മൾ കർണാടക പോകണം, മുനമ്പം പോകണം, ആ ഭാഗത്തോട്ടാണ് നമ്മുടെ മീൻപിടുത്തങ്ങളെല്ലാം. ഇപ്പോൾ നമ്മുടെ തീരദേശത്ത് ഒരു വയസ്സായ ആൾക്കാർ പോലും 1 രൂപ സമ്പാദിക്കേണ്ട നിലപാടില്ല. കാണുന്നില്ല. ഇതാണ് ഇതിൻ്റെ ഇവിടുത്തെ അവസ്ഥ. അപ്പോൾ നമ്മളൊരു മാറ്റം ആഗ്രഹിക്കുന്നു. എന്നെപ്പോലെ എല്ലാ ഇഴഞ്ഞറുകളും ഒരു മാറ്റം ആഗ്രഹിക്കണം. അത് BJP നമ്മുടെ ചന്ദ്രശേഖർ സ്ഥാനാർത്ഥിക്ക് ഓരോ മത്സ്യത്തൊഴിലാളികളും വോട്ടിടണം. ഒരു മാറ്റം എന്ന് പറയുന്നത് നമ്മളെ സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖർ കൊണ്ടുവരുമെന്നുള്ള ഉറപ്പാണ്. അത് 5-ാം തീയതി എല്ലായിടത്തും റെക്കോർഡ് ചെയ്ത് വയ്ക്കാനും വരെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ഒരു സ്ഥാനാർത്ഥിയും പറഞ്ഞിട്ടുമില്ല, ചെയ്തിട്ടുമില്ല. അപ്പോൾ നമുക്ക് 100% ഉറപ്പാണ് നമ്മളെ സ്ഥാനാർത്ഥി ചെയ്യുമെന്നുള്ളത്. രാജീവ് ചന്ദ്രശേഖർ ചെയ്യും, ഉറപ്പാണ്. അത് വിശ്വാസമുള്ളത് കൊണ്ടാണ് നമ്മൾ ഇത്രയും കട്ടയ്ക്ക് നിൽക്കുന്നത്. നാട് നല്ല ചെയ്യുക, നല്ല ചെയ്യുന്ന ആരാണോ അത് നമ്മുടെ പന്ന്യൻ രവീന്ദ്രൻ അയാളായിക്കോട്ടെ, ആർക്കാണ് ശശി തരൂരിന് ഇട്ടുകൊടുക്കാൻ പാടില്ല. പുള്ളി ഒന്നും ചെയ്യുന്നില്ല നമുക്ക് വേണ്ടി. പുള്ളി ചെയ്യുന്നതെല്ലാം അങ്ങോട്ടാണ്, ഇവിടെ ടെക്നോ പാർക്കിലും വേറെ എവിടെയൊക്കെയാണ്. തീരദേശിനെ തിരിഞ്ഞ് നോക്കുന്നില്ല. എന്തുകൊണ്ടാണ്? അപ്പോൾ ഞങ്ങളിവിടെ കേരളത്തിൻ്റെ ആൾക്കാരില്ലേ, ഞങ്ങളെ തീരദേശം നഷ്ടപ്പെട്ട് കിടക്കുകയാണ്.
ഒരു 5 വർഷം കഴിഞ്ഞാൽ ഞങ്ങൾ ചിലപ്പോൾ ഞങ്ങളെ വീട് മാറി ഞങ്ങൾ മുകളിലോട്ടിടും. ഞങ്ങൾ ഏത് പണിക്കാൻ പോകുന്നുണ്ട്? തെങ്ങിളയ്ക്കാൻ പോകാൻ പറ്റും, തെങ്ങിൽ കയറാൻ പറ്റും. ഞങ്ങൾക്ക് അറിയാനുള്ള പണി തരണം, ഞങ്ങൾ ഇതേ ചെയ്യാൻ പറ്റും. അപ്പോൾ ഞങ്ങൾക്ക് ഞങ്ങളുടെ നല്ലത് ആര് ചെയ്യുന്നു അവർക്ക് വോട്ടിടുക എന്നത് നമുക്കുള്ളൂ. ഇതാ പെർമിറ്റിൻ്റെ കാര്യം, ഒരു 4 അണയുടെ പോലെ എണ്ണ പോലും ഈ കേരള സർക്കാർ തന്നിട്ടില്ല. കാര്യം പറയുമ്പോൾ പറയാണ് ഭരിക്കുന്നത് കേന്ദ്രമാണ്, കേന്ദ്രം തരുന്നില്ല. തമിഴ്നാട് ഏത് BJP ആണ് ഭരിക്കുന്നത്? മുക സ്റ്റാലിനാണ് ഭരിക്കുന്നത്. അവിടെ കൊടുക്കുന്നത് 300-350 എണ്ണ. ഇവിടെ 10 പൈസ പോലുള്ള എണ്ണ പോലും ഈ കേരള സർക്കാർ തന്നില്ല. പിന്നെ ഇവരെ വിശ്വസിച്ചാണ് നമ്മൾ വോട്ടിടേണ്ടത്. എൻ്റെ വോട്ട് BJPക്കാണ്, എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും വോട്ട്.